ഏറ്റവും സജീവമായി ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിലെ നല്ലൊരു ഭാഗം അപഹരിക്കുന്നതാണ് വന്യമൃഗവും മനുഷ്യനും വന്യമൃഗവും ഒക്കെ തമ്മിലുള്ള വലിയ പ്രശ്നം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ ചെയ്യാവുന്നത് പല കാര്യങ്ങൾ ചെയ്തു, നമുക്ക് എല്ലാ കാര്യവും പരിഹരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നും ഒരു കടുവ കൂട്ടി വന്നിട്ടുണ്ട്. ഇന്ന് വാർത്ത കണ്ടതാണ്, ഞാൻ ടി വിയിൽ ഇടയ്ക്ക് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു കടുവ നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യജീവൻ കവർന്നെടുത്തു. അത് പിന്നെ അസുഖമല്ല, അത് തമ്മിൽ ആക്രമണം ഉണ്ടായതാണെന്ന് പറയുന്നത്, കഴുത്തിന് കടികൊണ്ട് അത് ചത്തു. വഴുനീള പുലിയും കടുവയും പ്രധാനപ്പെട്ട റോഡിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കൃത്യമായ പദ്ധതികൾ വേണം. അത് സാമ്പത്തിക സഹായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എങ്കിൽ പോലും ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലേക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കേരളമാണ് ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാടുള്ള സ്ഥലം. കാരണം നമുക്ക് 34-35% ഫോറസ്റ്റാണ്, തോട്ടങ്ങളും ഫോറസ്റ്റാണ്. നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്ത് വരെ വരുക. MC റോഡിൽ കൂടെ ഒക്കെ കാട്ടാൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ വാർത്തയൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകമായൊരു പാക്കേജ് വേണം, 1000 കോടിയുടെ ഒരു പാക്കേജ് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ന്യായമായൊരു കാര്യമാണെന്നുള്ള തർക്കമില്ല. നിങ്ങൾക്ക് അതിനൊപ്പം അറിയാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേക നിയമങ്ങളിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നീട് നമ്മുടെ ഈ റബ്ബർ സബ്സിഡിയുടെ കാര്യത്തിൽ, റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 250 രൂപയെങ്കിലും ആക്കാനുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണം. നമ്മളിപ്പോൾ തറവില ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം 180 കൊടുക്കുന്നുണ്ട് നമ്മൾ. കേന്ദ്രം അതിനായിട്ട് പ്രത്യേക ഒരു ഫണ്ട്, 1000 കോടിയുടെ ഒരു ഫണ്ട് രൂപീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് ബാലൻസ് ചെയ്ത് പണം കൊടുക്കാൻ പറ്റും. പിന്നീട് പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. 17-18% 60 വയസ്സിന് മേലുള്ളവരാണ്. 20% എത്തിയിട്ടുണ്ട് ആ കണക്ക്. അതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിക്കായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ബഡ്ജറ്റിനകത്ത് വെച്ചേക്കുന്ന ചില സ്കീം അനുസരിച്ചിട്ട് അവരുടെ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിൻ്റെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ സ്കീം വർക്കേഴ്സ് ഉണ്ട് ധാരാളം. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പലതുണ്ട്. പാചകത്തൊഴിലാളി, നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പ്, പാചകത്തൊഴിലാളി, അംഗൻവാടി, ആശ, ഇങ്ങനെ ധാരാളമുണ്ട്. അതിനകത്ത് കുറേ കാലമായി അതിൻ്റെ ഒരു കൂലി നിശ്ചയിച്ചിട്ട്, അത് പ്രത്യേക സ്കീമാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കീമിലാണ് പൊതുവിൽ. അതിനകത്ത് കൂലി പുനർനിശ്ചയിക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ അതിനകത്ത് എടുത്തു പറയാം. ഇപ്പോൾ പാചകത്തൊഴിലാളികളുടെ ശമ്പളം, അലവൻസ് കിട്ടുന്നത് താമസിക്കുന്നതൊക്കെ എപ്പോഴും വാർത്ത വരുന്നതാണല്ലോ. അത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മളത് മാറ്റി വെക്കുന്നില്ല. അവിടുത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു പാചകത്തൊഴിലാളിക്ക് ഒരു മാസം കൊടുക്കുന്നത് 12,500 രൂപയാണ്. ഇതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എത്രയാണെന്ന് അറിയുമോ? 600 രൂപ മന്ത്. 600 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് തരുന്നത്. 12,500 രൂപ. ഇത് എല്ലായിടത്തും ഏറിയും കുറഞ്ഞ് ഈ വ്യത്യാസം കാണാം. നമുക്ക് ആശാ വർക്കേഴ്സിനും അംഗൻവാടിക്കൊക്കെ അവർ കൊടുക്കുന്ന വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയും കൂടി ഇട്ടാണ് കൊടുക്കുന്നത്. അത്ര ഈ 600 രൂപ അത് തന്നെ പലപ്പോഴും തരുന്നില്ല എന്നുള്ളതാണ്. ഇത് കാലോചിതമായി ഇതിനൊക്കെ വർധന വരുത്തണം എന്ന ആവശ്യം നമ്മൾ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളും ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ, എയിംസ് പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ റെയിൽവേയിലെ കൂടുതൽ സൗകര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഈ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പിയും കത്തും എല്ലാം നേരത്തെ തന്നിട്ടുള്ളതാണ്. ഞാനത് ഓർമ്മിപ്പിച്ചതാണ്. കാരണം ഇതെന്തായാലും ഇവിടുന്ന് ഉള്ള റിപ്പോർട്ടുകളൊക്കെ അവിടെയും കിട്ടുമല്ലോ. ഇതൊന്നുകൂടെ ഓർമ്മിക്കട്ടെ. കേന്ദ്രവും ഇതൊന്നുകൂടെ ഓർത്തിട്ട്, നാഷണൽ ചാനലുകളാണല്ലോ, വാർത്തകളാണല്ലോ, അപ്പോൾ അതിൻ്റെ സഹായങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. നിങ്ങളും ഇക്കാര്യത്തിനകത്ത് ഒന്നുകൂടി പിന്തുണയ്ക്കാനും സഹായിക്കാനും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള കാര്യങ്ങൾ വേണം. അതാണ് പറയാനുള്ളത്.